വാഹനങ്ങളുടെ വീഡിയോ ചെയ്യുന്നവർ മാത്രമല്ല കുടുങ്ങാൻ പോകുന്നത്. നമ്മുടെ ജനപ്രിയരായ പല യൂട്യൂബേഴ്സും വ്ളോഗർമാരും ഓടുന്ന കാറിലിരുന്ന് മിക്കവാറും ഡ്രൈവറുടെ ക്യാബിനിലിരുന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാണാം. ഷോർട്സും റീൽസും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കണ്ടന്റുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ ഓടുന്ന കാറിലിരുന്ന് പലപ്പോഴും ഡ്രൈവറുടെ ക്യാബിനിൽ ഇരുന്ന് തന്നെ വീഡിയോ ചെയ്യുന്നവരെ കാണാം. അതൊക്കെ നിയമവിരുദ്ധമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. നമസ്കാരം. നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തിയ വാഹനങ്ങളുടെ യൂട്യൂബ് വീഡിയോകൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഓടുന്ന വാഹനങ്ങളുടെ ഡ്രൈവറുടെ ക്യാബിനിൽ കയറി വീഡിയോ ഷൂട്ട് ചെയ്ത് ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുകയും റോഡപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്ന യൂട്യൂബർമാരെയും ബ്ലോഗേഴ്സിനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഹൈക്കോടതിയുടെ നിർദ്ദേശം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനങ്ങളുമായി വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉന്നയിക്കുകയും ചെയ്യാവുന്നതാണ്. മണ്ഡലവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിലെത്തുന്ന വാഹനങ്ങളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി പൊതുനിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ ഗതാഗത നിയമലംഘനങ്ങൾക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയത്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ശബരിമലയിലെ ഗതാഗത നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഈ കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തിയ വാഹനങ്ങൾ വ്യാപകമായി നിരത്തിലിറങ്ങുകയും ഗതാഗത നിയമലംഘനങ്ങൾ നടത്തുകയും ചെയ്യുന്നതായി കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്തരക്കാർക്കെതിരെ നിയമപ്രകാരമുള്ള കർശന നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്കും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം അത്തരം വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് യൂട്യൂബ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്ന വ്ളോഗർമാർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ വാങ്ങിയ ശേഷം നിയമവിരുദ്ധമായി ആൾട്ടറേഷൻസ് മാറ്റങ്ങൾ വരുത്തിയ, ബോഡിയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയ വാഹനങ്ങളുടെ ഡ്രൈവർമാരെയും ഉടമകളെയും നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്ന് പലവട്ടം ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. കണ്ണുകൾക്ക് ശല്യമാകുന്ന തരത്തിൽ ലൈറ്റുകൾ ഘടിപ്പിക്കുന്നതും അസഹ്യമായ രീതിയിൽ പുക പുറത്തുവിടുന്നതും മറ്റുള്ളവർക്ക് ശല്യമാകുന്ന ലൈറ്റ് സിഗ്നലിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും ശബ്ദം പുറപ്പെടുവിക്കുന്നതുമൊക്കെ റോഡ് സുരക്ഷാ നിലവാരത്തിന്, റോഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡിന് ചേരുന്നതല്ലെന്ന് അന്നു തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇത്തരം വാഹനങ്ങൾ ശബ്ദ മലിനീകരണവും വായു മലിനീകരണവുമൊക്കെ ഉണ്ടാക്കുന്നു എന്നതാണ് കാരണം. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 190 ക്ലോസ് 2 വാഹനങ്ങളിൽ നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഈ വകുപ്പനുസരിച്ച് റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഓടിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ഓടിക്കാൻ അനുവദിക്കാനോ ഓടിക്കുന്നതിന് കാരണക്കാരനാകാനോ പാടില്ല. പൊതുനിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്ക് റോഡ് സുരക്ഷ, ശബ്ദ നിയന്ത്രണം, വായു മലിനീകരണം ഇവയൊക്കെയായി ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങളുണ്ട്. അവ ലംഘിക്കുന്നത് 3 മാസം വരെ തടവ് ശിക്ഷയോ 10,000 രൂപ വരെ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ്. ചിലപ്പോൾ തടവും പിഴയും ഒന്നിച്ച് ലഭിക്കാനും വകുപ്പുണ്ട്. കുറ്റം തെളിഞ്ഞാൽ 3 മാസത്തേക്ക് ലൈസൻസ് മരവിപ്പിക്കുകയും ചെയ്യും. കുറ്റം ആവർത്തിച്ചാൽ 6 മാസം വരെയാകും തടവ്. പിഴ 10,000 രൂപ തന്നെയായിരിക്കും. ശബരിമലയിലെത്തുന്ന വാഹനങ്ങളുടെ പ്രശ്നങ്ങളാണ് കോടതി ആദ്യം പരിശോധിച്ചത്. അതിനിടയിലാണ് കാറിൽ നീന്തൽക്കുളം ഒരുക്കിയ നമ്മുടെ പ്രശസ്ത യൂട്യൂബർ സഞ്ജയ് ടെക്കിയുടെ പ്രകടനം വലിയ വാർത്തയായത്. സ്വിമ്മിംഗ് പൂളിലെ വെള്ളം അപകടകരമായ രീതിയിലാണ് റോഡിലേക്ക് ടെക്കി ഒഴുക്കിവിട്ടത്. ഇക്കാര്യത്തിലും ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിൻ്റെ വിശദീകരണം തേടുകയുണ്ടായി. വ്ളോഗർക്കും കാറിൻ്റെ ഉടമക്കുമെതിരെ കേസെടുത്തു നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് അന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. സഞ്ജയ് ടെക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് ആജീവനാന്തം റദ്ദാക്കി. നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തിയ വാഹനങ്ങൾ റോഡിലിറങ്ങാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനും മോട്ടോർ വാഹന വകുപ്പിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയായിരുന്നു. കേരള മോട്ടോർ വെഹിക്കിൾസ് റൂൾസിലെ 92A അനുസരിച്ച് വാഹനങ്ങളിൽ അനധികൃതമായ നെയിം ബോർഡുകളും എംബ്ലങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. സഞ്ജയ് ടെക്കിയുടെ മാത്രം കാര്യമല്ല കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. AJ ടൂറിസ്റ്റ് ബസ് ലവർ, നസ്രു വ്ളോഗർ, നജീബ് സൈനുൽ, ഈ ബുൾജെറ്റ്, മോട്ടോ വ്ളോഗർ തുടങ്ങി നിരവധി വ്ളോഗർമാർക്കെതിരെ യൂട്യൂബർമാർക്കെതിരെ നിയമം ലംഘിച്ച് ബോഡിയിൽ മാറ്റം വരുത്തിയ വാഹനങ്ങളെ യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യുന്നതായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്.
സ്റ്റേജ് കാരിയർ ബസ്സുകളും കോൺട്രാക്ട് കാരിയർ ബസ്സുകളും ചരക്കു വാഹനങ്ങളും ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നുണ്ട്. മുൻവശത്തെ ഗ്ലാസിൻ്റെ പകുതിയോളം ബസ്സിൻ്റെ പേരെഴുതുകയോ സ്റ്റിക്കർ ഒട്ടിക്കുകയോ തോരണങ്ങൾ തൂക്കിയിടുകയൊക്കെ ചെയ്യുന്നതായും കോടതി കണ്ടെത്തി. ഇതൊക്കെ നിയമലംഘനങ്ങളാണ്. ഡ്രൈവർക്ക് മുന്നോട്ട് കാണില്ല. അടുത്തിടെ അപകടത്തിൽപ്പെട്ട ഒരു ബസ്സിൻ്റെ ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചപ്പോൾ ഇത്തരം വേലകൾ ചെയ്തു വെച്ചതായി കണ്ടിട്ടുണ്ട്. ചില ബസ്സുകൾ സൈഡിലെ മിറർ നീക്കം ചെയ്ത് സൺഷെയ്ഡ് ഗ്ലാസുകൾ ഫിറ്റ് ചെയ്യുന്നു. ഡ്രൈവറുടെ ക്യാബിനിൽ LED, ലേസർ, നിയോൺ ലൈറ്റുകൾ, ഫ്ലാഷ് ലൈറ്റുകൾ തുടങ്ങിയവ ഘടിപ്പിക്കുന്നു. ചില ബസ്സുകൾ പേരെഴുതിയിരിക്കുന്നത് നിയോൺ ലൈറ്റുകൾ കൊണ്ടാണ്. കേരള മോട്ടോർ വാഹന ചട്ടങ്ങളുടെയും കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളുടെയും ലംഘനമാണ് ഇതൊക്കെ. ഹൈക്കോടതി നിരവധി തവണ ഉത്തരവുകൾ നൽകിയിട്ടും വാഹനങ്ങൾ ഇത്തരം നിയമലംഘനം തുടരുന്നതായി കോടതി സ്വമേധയാ കണ്ടെത്തിയിട്ടുണ്ട്. വാഹന ഉടമകളും വ്ളോഗർമാരും ഇത്തരം വാഹനങ്ങൾക്ക് യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രൊമോഷൻ നൽകുന്നതായും പ്രചരിപ്പിക്കുന്നതായും കോടതി കണ്ടെത്തി. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയിലേക്ക് തീർത്ഥാടകരുമായി വന്ന ഒരു ബസ് ഈയിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. ആ ബസ്സിൽ ഇത്തരം നിയമലംഘനങ്ങൾ നടത്തിയതായി കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പല യൂട്യൂബർമാരുടെയും വീഡിയോകൾ ഹൈക്കോടതി പരിശോധിച്ചിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളും അതാത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര സർക്കാരിൻ്റെയും മോട്ടോർ വാഹന നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണ് സർവീസ് നടത്തുന്നത്. കേരളത്തിന് അകത്തും പുറത്തും രജിസ്റ്റർ ചെയ്ത എല്ലാ വാഹനങ്ങൾക്കുമെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരം നിയമലംഘനങ്ങൾ ആ വാഹനങ്ങളിലെ യാത്രക്കാരെ മാത്രമല്ല അപകടത്തിലാക്കുന്നത്, എതിരെ വരുന്ന മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കുമെല്ലാം അപകടം വരുത്തുമെന്നാണ് കോടതി മുന്നറിയിപ്പ് നൽകുന്നത്. ഓടുന്ന വാഹനങ്ങളിലിരുന്ന് ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന വിധത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നതും കോടതി നോട്ട് ചെയ്തിട്ടുണ്ട്. ക്യാബിനിലിരുന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാണാം. ഷോർട്സും റീൽസും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കണ്ടന്റുമായി ഒരു ബന്ധവുമില്ലെങ്കിലും ഓടുന്ന കാറിലിരുന്ന് പലപ്പോഴും ഡ്രൈവറുടെ ക്യാബിനിൽ ഇരുന്ന് തന്നെ വീഡിയോ ചെയ്യുന്നവരെ കാണാം. അതൊക്കെ നിയമവിരുദ്ധമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. നിയമം ലംഘിച്ച് ചിത്രീകരിച്ച അത്തരം വീഡിയോകൾ കണ്ടെത്താനും നീക്കം ചെയ്യാനും മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൂട്യൂബ് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ അധികാരികളെ ഈ വിവരങ്ങൾ അറിയിക്കാനും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രാലയം ഇത്തരക്കാർക്കെതിരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയിക്കാൻ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാനും അവയ്ക്കെതിരെ നടപടി സ്വീകരിക്കാനും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് ഹൈക്കോടതി 8 നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. 1. റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ശബ്ദ മലിനീകരണമോ വായു മലിനീകരണമോ ഉണ്ടാക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തടയണം. 2. നിയമവിരുദ്ധമായി മോഡിഫിക്കേഷൻ വരുത്തുന്ന വാഹനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഡ്രൈവർമാരെ മോട്ടോർ വാഹന നിയമത്തിലെ 190(2) അനുസരിച്ച് ശിക്ഷിക്കണം. അത്തരക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കണം. നിയമവിരുദ്ധമായി മോഡിഫൈ ചെയ്യുന്ന വാഹനങ്ങളുടെ ഉടമയ്ക്ക് ഓരോ മാറ്റത്തിനും 5000 രൂപ വീതം പിഴ ഈടാക്കണം. 4. റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ മാറ്റം വരുത്തിയ വാഹനങ്ങളുടെയും യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിൽ മാറ്റം വരുത്തിയ വാഹനങ്ങളുടെയും RC റദ്ദാക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യണം. 5. ക്രമാതീതമായി മാറ്റം വരുത്തിയ വാഹനങ്ങൾ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. 6. ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾ നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തിയാലും ഇതേ നടപടികൾ സ്വീകരിക്കണം. അത്തരം വാഹനങ്ങൾ ഓട്ടോ പ്രദർശനങ്ങളിൽ പങ്കെടുക്കുന്നത് വിലക്കണം. 7. യൂട്യൂബ് പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തിയ വാഹനങ്ങളുടെ വീഡിയോ കളക്ട് ചെയ്യണം. അവരെ മോട്ടോർ വാഹന വകുപ്പ് 190(2) പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യണം. സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ഡ്രൈവറുടെ ക്യാബിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവർക്കെതിരെയും ഈ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കണം. ഡ്രൈവറെ ശല്യം ചെയ്യുകയും റോഡ് സുരക്ഷ അപകടത്തിലാക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പ്രസ്തുത വീഡിയോ അപ്ലോഡ് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ അധികാരികളെ വിവരം അറിയിക്കുകയും വേണം. വാഹന ഉടമകളും ഡ്രൈവർമാരും മാത്രമല്ല, നിയമലംഘനം നടത്തുന്ന വാഹനങ്ങളുടെ വീഡിയോ ചെയ്യുന്നവരും ഒരു കാര്യവുമില്ലാതെ ഡ്രൈവറുടെ ക്യാബിനിൽ കയറി വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. സഞ്ജു ടെക്കിയുടെ 8 വീഡിയോകൾ യൂട്യൂബ് കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തതായി വാർത്ത വന്നിരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ യൂട്യൂബേഴ്സുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിയമം അറിയാത്തതിൻ്റെ പേരിൽ നിയമം ലംഘിച്ച് അവർ കുടുങ്ങേണ്ടതില്ലല്ലോ. നിയമം അറിയില്ല എന്നത് നിയമം ലംഘിക്കാനുള്ള ഒരു പഴുതല്ല എന്നുകൂടി മനസ്സിലാക്കുക.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.